ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഗീതുവിൻ്റെയും ഗൗതന്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗീതുവിൻ്റെയും ഗൗതന്റെയും ഇന്നത്തെ എപ്പിസോഡ് നല്ല കിഡിലൻ എപ്പിസോഡാണ്. എന്തായാലും കുറച്ച് ഇമോഷണലോ ആയിട്ടുള്ള നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളെന്ന്. എന്തായാലും നമ്മുടെ ഗോവിന്ദ് തെറ്റിദ്ധരിക്കുകയാണ്. ഗീതു മനഃപൂർവ്വം പറഞ്ഞതാണ്, മനഃപൂർവ്വം ഈ ഒരു വെളിപ്പെടുത്തൽ എല്ലാവർക്കും മുമ്പിൽ ഗോവിന്ദിനെ തകർത്ത് കളയാനായിട്ട് നടത്തിയതാണ് എന്നും ഇതെല്ലാം വിജയലക്ഷ്മിയും ഗീതുവും കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്നും അങ്ങനെയല്ല എന്ന് എത്ര പറഞ്ഞിട്ടും ഗോവിന്ദ് വിശ്വസിക്കുന്നില്ല. ഗോവിന്ദ് അവിടെ നിന്നും ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അയ്യപ്പൻ നായരും പുറകെ പോകാനായിട്ട് തുടങ്ങുക. ഗോവിന്ദ് ഇറങ്ങിപ്പോയി, വിജയലക്ഷ്മിയും ഗീതവും പുറകെ കണ്ണേട്ട മോനെ ഗോവിന്ദേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ ഇറങ്ങി ചെല്ലുകയാണ് ഇവർ രണ്ടുപേരും കൂടി. അപ്പോൾ അയ്യപ്പൻ നായരും പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും രേഖ അയ്യപ്പൻ നായരെ തടഞ്ഞു. അതെ, ഇവിടെ നടന്ന സംഭവങ്ങൾ പകുതിയും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ അയ്യപ്പേട്ടൻ കാര്യം എന്താണെന്ന് പറ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയയും പറഞ്ഞു, ഞങ്ങൾക്കറിയണം ഇതിലെ സത്യാവസ്ഥ. എങ്ങനെ വിജയലക്ഷ്മി മാഡം എങ്ങനെ ഗോവിന്ദേട്ടൻ്റെ അമ്മയായി, ഞങ്ങൾക്കത് അറിയണം എന്നിങ്ങനെ പറയാണ്. നമ്മുടെ അയ്യപ്പൻ നായർ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം താഴെ എത്തിയ ഗോവിന്ദ് വണ്ടി കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗീതു പിടിച്ചു നിർത്തി. എന്താ കണ്ണേട്ടാ ഇത്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൊന്നും മനഃപൂർവ്വം ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കാർക്കും അറിയില്ല എൻ്റെ മനസ്സിൻ്റെ വേദന, നിങ്ങൾക്കാർക്കും അറിയില്ല. ഗീതു, എനിക്കറിയാമായിരുന്നു നിനക്ക് ഈ രഹസ്യം അറിയാമെന്ന്. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത്, പരസ്പരം അറിയാവുന്ന അപ്രിയ സത്യങ്ങൾ സംസാരിക്കാതിരുന്ന ഒരു പരസ്പര ബഹുമാനം അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നീ ഇങ്ങനെ എന്നെ തകർത്ത് കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാവർക്കും മുമ്പിൽ വെച്ച് ഇങ്ങനെ ആ രഹസ്യം വിളിച്ച് പറഞ്ഞ് എന്നെ ഇല്ലാണ്ടാക്കി കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഗീതു പറഞ്ഞു, ഒരിക്കലും ഇത്രയധികം പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല ഗോവിന്ദേട്ട, കണ്ണേട്ട, അറിയാണ്ട് പറ്റിപ്പോയതാ. അപ്പോഴേക്കും വിജയലക്ഷ്മി പറഞ്ഞു, ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നതല്ല, ഞാൻ മറ്റൊരു കാര്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് മോനെ. വേണ്ട, എന്നെ തൊടണ്ട, എന്നെ മകനേന്ന് പോലും നിങ്ങൾ വിളിച്ചു പോവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കെന്നും എൻ്റെ അമ്മ രാധികാമ്മ തന്നെയാണ്. ഈ ഒരു തെറ്റ് എനിക്ക് ക്ഷമിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഗീതു പറഞ്ഞു, തെറ്റ് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ശിക്ഷ എനിക്ക് തന്നോളൂ. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ ശിക്ഷിക്കാനാവില്ല. നീ എൻ്റെ കുടുംബത്തോട് ചെയ്തു തന്ന ഒരുപാട്, നീ എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു തന്ന, നിൻ്റെ ജീവിതം പോലും കളഞ്ഞ് ചെയ്തു തന്ന കുറേ ത്യാഗമുണ്ട്. എനിക്ക് നിന്നോട് ഒരിക്കലും ക്ഷമിക്കാനാവില്ല. മാത്രമല്ല നീ ഇപ്പം എന്നോട് ക്ഷമ ചോദിക്കുന്നത്, ഈ ഒരു ക്ഷമ തന്നെയല്ലേ കുറച്ച് മുമ്പ് രാധികാമ്മ ചോദിച്ചതും. ഇതൊക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റിയാലും ഇവർ എന്ന വലിയ തെറ്റ് ഞാൻ ക്ഷമിക്കില്ല ഗീതു, ഒരിക്കലും ക്ഷമിക്കില്ല, എനിക്കതിന് സാധിക്കില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഒരിക്കലും ഇവരെ ഞാൻ അമ്മയായിട്ട് അംഗീകരിക്കില്ല. പിന്നെ ഗീതു, നീ ഒരു കാര്യം ചോദിച്ചു നോക്ക്, ഞാൻ രാധികാമ്മയാണ് എൻ്റെ അമ്മയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ അച്ഛനാണ് അവസാനം കണ്ടപ്പോൾ പോലും എന്നോട് പറഞ്ഞത്, നീ നിൻ്റെ അമ്മയായിട്ട് കാണുന്നത് രാധികാമ്മയെ അമ്മയെപ്പോലെ നോക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. ആ വാക്കൊരിക്കലും ഞാൻ തെറ്റിക്കില്ല. മരിച്ചു മുകളിൽ നിൽക്കുന്ന ആ അച്ഛൻ്റെ ആത്മാവ് പോലും പൊറുക്കാത്ത തെറ്റുകളാണ് ഇവർ ചെയ്തത്. ഇവരോട് ചോദിക്കുക ഒരുപാട് സ്നേഹം കൊതിച്ച ഒരമ്മയിൽ നിന്ന് ഒരുപാട് സ്നേഹം കൊതിച്ച ഒരു കൗമാരക്കാരനെ വിട്ടിട്ട് പോയത് എന്തിനാണ്? മറ്റൊരു വിവാഹം കഴിച്ചത് എന്തിനാണ്? മറ്റൊരു കുട്ടിക്ക് സ്നേഹം പകർന്നു നൽകി അവനെ തള്ളിക്കളഞ്ഞത് എന്തിനാണെന്ന് ഇവരോട് ചോദിക്കുക. ഇവരതിൽ നിന്ന് ഉത്തരം തരികയാണെങ്കിൽ ഞാൻ ബാക്കി പറയാമെന്നിങ്ങനെ പറയാട്ടോ. പക്ഷേ വിജയലക്ഷ്മി പറഞ്ഞു, എനിക്കൊന്നിനും ഉത്തരങ്ങളില്ല എന്നല്ല, പക്ഷേ അത് പറയാൻ സമയമായിട്ടില്ല. എന്തായാലും നിൻ്റെ മുന്നിൽ ഇനി വരാതെ ഞാൻ നോക്കിക്കോളാം മോനെ എന്ന് പറഞ്ഞ് വണ്ടി കയറി നമ്മുടെ ഈ വിജയലക്ഷ്മി അങ്ങോട്ട് പോവാണ്. ഗോവിന്ദ് വണ്ടി കയറി ദേഷ്യത്തോടു കൂടി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗീതു പറഞ്ഞു, കണ്ണേട്ടാ പ്ലീസ് കണ്ണേട്ടാ, എന്നോട് ക്ഷമിക്കുക കണ്ണേട്ടാ, നിന്നോട് എനിക്ക് ക്ഷമിക്കാതിരിക്കാനാവില്ല, എനിക്ക് നിന്നോട് പിണങ്ങാനും ആവില്ല, എനിക്കിപ്പോൾ തനിച്ചിരിക്കണം, ഞാൻ പോയി എവിടെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ ഗീതു. അപ്പോഴേക്കും തനിച്ചിരുന്നോ കണ്ണേട്ടൻ, തനിച്ച് എവിടെയാന്ന് വെച്ചാൽ ഇരുന്നോ, പക്ഷേ എന്നെയും കൂടെ കൊണ്ടോ, ഞാൻ മാറി നിന്നോളാം, കണ്ണേട്ടൻ്റെ അടുത്ത് നിൽക്കാതെ ഞാൻ മാറി ദൂരെ എവിടെയെങ്കിലും നിന്നോളാം, പക്ഷേ കണ്ണേട്ടൻ ഇപ്പം എന്നെയും കൂടെ കൊണ്ടുപോ എന്നാണ് പറയുന്നത്. അങ്ങനെ ഗീതുവും ഗോവിന്ദും അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ അയ്യപ്പൻ നായർ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് രേഖയോടും പ്രിയയോടൊക്കെ. അയ്യപ്പൻ നായർക്ക് അറിയാവുന്ന കാര്യങ്ങൾ. വിജയലക്ഷ്മി മാഡം പിന്നെ അതിനുശേഷം ഇവരെ ഗോവിന്ദനെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം തിരിച്ചു വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒരിക്കൽ തിരിച്ചു വന്നിരുന്നു, അച്ഛൻ്റെ മരണത്തിൻ്റെ അന്ന് ആ കർമ്മം നടക്കണ ദിവസം. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ അറിയുന്നത് കർണാടക സംഗീതജ്ഞയായിട്ടാണ് പുള്ളിക്കാരി അറിയുന്നത്. പിന്നെ ഒരു മകൾ ജനിച്ചതിന് ശേഷമാണ് ഇവർ വേറെ വിവാഹം കഴിച്ചു എന്ന് പോലും ഞങ്ങൾ തിരിച്ചറിയുന്നത് എന്നൊക്കെ അയ്യപ്പൻ നായർ ഇങ്ങനെ പറയുകയാണ്. എന്തിനായിരിക്കാം ഗോവിന്ദേട്ട അമ്മ അങ്ങനെ ചെയ്തത് എന്ന് രേഖ ഇങ്ങനെ ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു, എന്തിന്, വേറൊരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെ, വേറൊരാളെ കണ്ടപ്പം ഗോവിന്ദേട്ടനെ ഇട്ടിട്ട് പോയി, അത്ര തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ. അതുകൊണ്ട് എന്താ, എൻ്റെ അമ്മയെപ്പോലെ തങ്കക്കൂടമായിട്ടൊരു ഭാര്യയെ മാധവ മുതലാളിക്ക് കിട്ടിയില്ലേ എന്ന് വരുൺ ഇങ്ങനെ ചോദിക്കുക. ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന് രേഖ പറഞ്ഞു, ഒരു പെണ്ണ് സ്വന്തമെന്ന് കരുതിയതെല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ ആണുങ്ങൾക്ക് പറയാനായിട്ട് ഒരു കാരണം മാത്രമേ ഉള്ളൂ, അവളുടെ കണ്ണിലെ കാമം എന്ന രീതിയിലൊക്കെ പറയുള്ളൂ, അവിഹിതം. പക്ഷേ വർഷങ്ങളോളം
ഉറക്കമില്ലാതെ മനസ്സുരുകിയെടുത്തൊരു തീരുമാനമായിരിക്കും ആ ഉപേക്ഷിച്ചു പോക്ക്. ആ ത്യാഗം എന്ന് ചിന്തിക്കാനുള്ള മാനസിക ആ ഒരു വലിപ്പമൊന്നും ഒരു പുരുഷനുണ്ടാവില്ല. അതായത് തൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ രേഖ പറയുന്നത്. ആ അമ്മയെ എനിക്ക് മനസ്സിലാകും, ഒരുപാട് എനിക്ക് മനസ്സിലാകും. അപ്പോഴേക്കും പ്രിയ ചോദിച്ചു, അപ്പോൾ രഞ്ജുവോ? അതായത് രഞ്ജു ഗോവിന്ദേട്ടൻ്റെ പെങ്ങളാണല്ലോ, അതായത് പ്രിയയ്ക്കും സ്വന്തം ചേച്ചിയാണല്ലോ എന്നാണ് പ്രിയ ഇങ്ങനെ മനസ്സിലോർക്കുന്നത്. അപ്പോൾ നമ്മുടെ രേഖ പ്രിയ ചേർത്ത് പിടിച്ചുകൊണ്ട് രഞ്ജു ഗോവിന്ദേട്ടൻ്റെ സ്വന്തം സഹോദരിയാണ്, നമ്മുടെ സഹോദരി, കൂടപ്പിറപ്പ്. അപ്പോഴേക്കും വരുൺ ഞെട്ടി. നാശം പിടിക്കാൻ ഈശ്വര, ഗോവിന്ദേട്ടൻ സമ്പാദിക്കുന്നത് ഒരു അവകാശം കൂടിയായി എൻ്റെ ഭഗവാനേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം കാഞ്ചന പറഞ്ഞു, ഇപ്പോഴല്ലേ മനസ്സിലായത്, രാധിക മാമി രഞ്ജുപ്പാപ്പയും പ്രിയപ്പാപ്പയും തെറ്റിക്കാനായിട്ട് തിടുക്കപ്പെട്ടത് എന്ന് കാഞ്ചനയ്ക്ക് മനസ്സിലായി. കാഞ്ചന ആ സത്യം തുറന്നു പറയുക. അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പൻ നായർ പറയാണ്, എന്തായാലും ഗീതുമോൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പ്രിയ പറഞ്ഞു, എനിക്ക് രഞ്ജുവിനോട് സോറി പറയണം, ഒത്തിരി സോറി പറയണം, ചെയ്തു പോയ തെറ്റിനൊക്കെ സോറി പറയണം, സോറി രഞ്ജു എന്ന് അവിടെ തന്നെ ഇരുന്ന് നമ്മുടെ പ്രിയ പൊറുപുറുക്കുക. അപ്പം മോളിങ്ങനെ കരയല്ലേ, ഒരിക്കലും കരയണ്ട മോൾ, നമുക്ക് രഞ്ജുവിനോട് വരാൻ പറയാം, ഇനി കൂടപ്പുറപ്പായിട്ട് തന്നെ കഴിയാം, മനസ്സ് തുറന്ന് സംസാരിക്കാം, അതൊരു പാവം കുട്ടിയാ എന്നൊക്കെ രേഖ ഇങ്ങനെ പറയുക കേട്ടോ. ഒരു ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ വരുണി കേട്ടോണ്ടിരിക്കുന്നത്. നീ വഴക്കിടുമ്പോഴും അവൾക്ക് നിന്നോട് വലിയ സ്നേഹമായിരുന്നു, അതെന്താ അമ്മയെക്കുറിച്ച് ആരും പറയാത്തത്? ഗീതു വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് അമ്മയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, അവളിറങ്ങി അങ്ങ് പോയി, അമ്മയുടെ സങ്കടം ആരും കാണുന്നില്ല, അമ്മ ബാഗെടുക്കാൻ പോയതായിരിക്കും എന്നൊക്കെ വരുൺ ഇങ്ങനെ പറയുക കേട്ടോ. അയ്യപ്പന്നാർക്ക് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പോഴേക്കും വരുൺ പറയാട്ടോ, അതെ ഗോവിന്ദേട്ടൻ ഗീതുവിനെ കൊണ്ട് അമ്മയോട് മാപ്പ് പറയിപ്പിച്ചാൽ ഒരുപക്ഷെ അമ്മ പോവില്ലായിരിക്കും. പിന്നെ മാപ്പ് കോപ്പ് പറയും, കോപ്പ്. കാഞ്ചനയാണെ പറഞ്ഞു, ഞാനേ ഗോവിന്ദമാമനെ ഗീതപ്പാപ്പയും വിളിച്ചോണ്ട് വരാം, അവിടെ വിജയലക്ഷ്മി മാഡത്തോട് സംസാരിച്ചുകൊണ്ട് വാസപ്പടിയിൽ നിൽക്കുകയായിരിക്കും, ഞാൻ വിളിച്ചോണ്ട് വന്നിട്ട് രാധികമാമയോട് മാപ്പ് പറയിപ്പിക്കാം, പിന്നെ ഇപ്പം പറയും എന്നും പറഞ്ഞ് നമ്മുടെ അയ്യപ്പൻ നായർ ഇങ്ങനെ നിൽക്കുക. നീ പോയി വിളിച്ചോണ്ട് വാ, വിജയലക്ഷ്മിനെ പറഞ്ഞു വിട്ടിട്ട് അവരെ ഇങ്ങ് വിളിച്ചോണ്ട് വാ, ഞാനേ അമ്മയൊന്ന് പോയി സമാധാനിപ്പിക്കട്ടെ എന്നും പറഞ്ഞ് വരുൺ അങ്ങോട്ട് പോവുകയാണ്. ഇതേ സമയമുണ്ടല്ലോ രാധിക മനസ്സിലിങ്ങനെ വിചാരിക്കുക, വിജയലക്ഷ്മിയെ മനഃപൂർവ്വം ഗോവിന്ദ് വിളിച്ചു വരുത്തിയതായിരിക്കും, അവൻ അമ്മയായിട്ട് വിജയലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞു, ഇനി എന്നെ അവന് ആവശ്യമില്ല, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഗുളികയൊക്കെ വാരി തിന്നാനുള്ള ശ്രമത്തിലാണ്. വായിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോഴാണ് വരുൺ അങ്ങോട്ടേക്ക് കയറി വന്നത്. വരുൺ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അമ്മേ സന്തോഷ വാർത്ത എന്നും പറഞ്ഞിട്ട് പറയുകയാണ്. അമ്മയാണ് അമ്മ എന്നാണ് ഗോവിന്ദേട്ടൻ അവിടെ പറഞ്ഞത്. പെണ്ണുമ്പിള്ളേനെ അവിടെ നിറക്കി വിടുകയും ചെയ്തു. നീ എന്തൊക്കെയാണ് പറയുന്നത്? നിനക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു കാര്യം പറയാൻ പറ്റത്തില്ലേ? എന്നിട്ട് ഇവൻ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഗോവിന്ദേട്ടൻ താഴെ വെച്ച് പറഞ്ഞ കാര്യങ്ങളാ. എന്തായാലും വരുൺ പറഞ്ഞിട്ടും കൂടുതൽ കാര്യങ്ങളൊന്നും രാധികയ്ക്ക് വ്യക്തമാകുന്നില്ല. വരുൺ ഒരുമാതിരി വാളച്ചൂറ്റിയ അവിടെ തൊട്ട് ഇവിടെ തൊട്ടൊക്കെയാണ് പറയുന്നത്. അവസാനം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ എന്ന് രാധിക പറഞ്ഞപ്പോഴേക്കും കാഞ്ചന വന്നിട്ടുള്ള നടന്ന കാര്യം ഇങ്ങനെ പറയാണ്. അതേ ഗോവിന്ദ മാമ പറഞ്ഞു അവിടെ വിജയലക്ഷ്മി മാമിയെക്കാളും വലുത് രാധിക മാമിയാണ് എന്ന്, ഉയരാണ് രാധിക മാമി എന്ന്. വിജയലക്ഷ്മി മാമി ഇറങ്ങി പോവുകയും ചെയ്തു. നേരാണോ? നേരാണോ? നിജന്താൻ എല്ലാം നിജന്താൻ. അമ്മ ഇതല്ലേ ഞാൻ പച്ച മലയാളത്തിൽ അങ്ങോട്ടേക്ക് പറഞ്ഞത്? അപ്പം മനസ്സിലായി. മലയാളം തമിഴ് ഒരു കുന്തം അറിയാത്ത ഇവള് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എല്ലാം മനസ്സിലായി. അതെ. അപ്പോൾ രാധിക പറഞ്ഞു, നീ ഒരു അക്ഷരം മിണ്ടരുത്, ഇന്താമ്മ നീ എന്തൊക്കെയാണ് പറഞ്ഞത്? നീയേ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഡിഗ്രി തോറ്റതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അങ്ങനെയല്ല, നിനക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ട് നീ തോറ്റുപോയതാ. എന്തായാലും വിജയലക്ഷ്മിയോട് ദേഷ്യപ്പെട്ടിട്ട് ഗോവിന്ദ് എങ്ങോട്ടോ പോയി, അതോടൊപ്പം ഗീതുവും പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ രാധികയ്ക്ക് എന്തായാലും മരിക്കാനുള്ള ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് മാറി സന്തോഷമായിട്ടോ. എന്തായാലും കാഞ്ചന അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും കയ്യിലിരുന്ന് ഗുളിക കാണിക്കുകയാണ് നമ്മുടെ രാധിക. അതെ, ഈ സന്തോഷ വാർത്ത അല്പം വൈകിയായിരുന്നെങ്കിൽ ഈ ഗുളികയൊക്കെ കഴിച്ച് ഞാൻ ഈ ലോകത്ത് നിന്ന് അങ്ങോട്ട് പോയേനെ. കണ്ണൻ എന്നെ വെറുത്താ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, അല്ല ഈ പ്ലാൻ മാറ്റണ്ട, ഗോവിന്ദേട്ടൻ തിരിച്ചു വരുമ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന അമ്മയെ കണ്ട നമുക്ക് ഹൈ സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്യാമേ. ഹൈ സെൻറ്റിമെൻറ്റ്സ് എടാ, എൻ്റെ പുക കണ്ടിട്ട് വേണോടാ നിനക്ക് സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്യാനായിട്ട്? അയ്യോ അമ്മ അത് മൊത്തം കഴിക്കണമെന്നല്ല, കുറച്ച് 3-4 ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചാൽ അമ്മയ്ക്കൊന്നും വരാൻ പോകുന്നില്ല. അമ്മ സുഖമായിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങിക്കോന്നേ. കുറച്ച് സോപ്പ് പദവായി തേക്കണ കാര്യം ഞാൻ അങ്ങോട്ട് ഏറ്റു. ഗോവിന്ദേട്ടൻ വന്നു കഴിയുമ്പോഴേക്കും അമ്മ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് ബഹളം വയ്ക്കും. എന്തേ? അതോടുകൂടി അമ്മയ്ക്ക് ഉള്ള പവർ ഇതിലും കൂടും. എപ്പടി? അത് ശരിയാ, ഐഡിയ ഒക്കെ കൊള്ളാം. അങ്ങനെയാണെങ്കിലേ ഞാൻ മരുന്ന് കഴിക്കാതെ ബോധം കെട്ടതായിട്ട് അങ്ങോട്ട് അഭിനയിച്ചാൽ തീരൂലേ? അത് ശരിയാവുമോ? പക്ഷേ ഉണ്ടല്ലോ, ഗോവിന്ദേട്ടൻ അമ്മയെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും ഡോക്ടർമാർ പറയത്തില്ലേ ഗുളികയൊന്നും കഴിച്ചില്ല എന്ന്.
അപ്പം പിന്നെ ശരിയാവൂലല്ലോ, ഒറിജിനാലിറ്റി വേണ്ടേ, ഒരു 3 ഗുളിക അങ്ങോട്ട് കഴിച്ചാൽ മതി അമ്മേ എന്ന് വരുൺ ഇങ്ങനെ പറയാണ്. രാധിക ആലോചിക്കുക, ശരിയാ നീ പറഞ്ഞത്. എന്തായാലും ഗുളിക കഴിക്കാല്ലേ അമ്മ, ധൈര്യമായിട്ട് കഴിക്കാമേ, ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഇല്ലേ. അപ്പം രാധിക പറഞ്ഞു, അതാ എൻ്റെ ഏറ്റവും വലിയ പേടി. നീ പറയുന്നത് കേട്ട് കണ്ണ ചിലപ്പോൾ വിജയലക്ഷ്മിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് കരുതിപ്പോകും, അങ്ങോട്ട് ഓടിപ്പോകും. നിന്റെ മലയാളം അല്ലേ. എന്തായാലും നമ്മുടെ രാധിക തീരുമാനിച്ചു ഗുളിക കഴിക്കാൻ തന്നെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. നമ്മുടെ പുതിയ ചാനലാണ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ വരുന്നതായിരിക്കും. സി യു അഗെയിൻ. താങ്ക് യു.